സുമതിയമ്മ, ശശിയേട്ടാ, 3 പേരും അടിപൊളിയായിരുന്നു. നിങ്ങൾ എൻജോയ് ഇതാണ് ചെയ്തത്. നന്നായിരുന്നു. എന്താണ് പറയാനുള്ളത് രവീന്ദ്രൻ ചേട്ടാ? ഒരുപാട് സന്തോഷം. രവീന്ദ്രൻ ചേട്ടൻ്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് കൊട്ടാരക്കര. എങ്ങനെയാണ് ഈ ഒരു കരുണാലയം എന്ന് പറയുന്ന അവിടെ എത്തുന്നത്? നമ്മളോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. പ്രത്യേകിച്ചും കരുണാലയത്തിൽ ഇപ്പോൾ എന്നെ പോലെ പ്രായത്തിൻ്റെ ജീവിത സായാഹ്നത്തിലെത്തിയ 350 കൂടുതൽ ആൾക്കാർ, ഓക്കെ, അച്ഛനമ്മമാർ, ശരി, അവർ അധ്യാപകരായിട്ടും അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലും മറ്റ് പ്രവാസ ജീവിതത്തിലുമൊക്കെ ജീവിതം നയിച്ച് മക്കളൊക്കെ വളർത്തി ഒരു പ്രാപ്തിയാക്കിയതിന് ശേഷം മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട, അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എത്തപ്പെട്ട അച്ഛനമ്മമാരാണ് ഞങ്ങളോടൊപ്പം അവിടെയുള്ള. ഇന്ന് ഈ ജീവിത സായാഹ്നത്തിൽ ഞങ്ങളെ ഇത്രയും മഹത്തായ ഒരു വേദിയിലും അതുപോലെ നിങ്ങളെപ്പോലെ പ്രഗത്ഭരായ മക്കൾ കലാകാരന്മാരുടെ മുന്നിൽ ഇതിന് അവസരം ഞങ്ങൾക്ക് തന്നത് ആ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ശ്രീ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രമലാക്ക, അതുപോലെ തന്നെ അധ്യാപനം അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്നത് പ്രായം പ്രശ്നമല്ല. എന്നെ ഗുരുവായ മാതൃകയിൽ ഞാനിപ്പോൾ കാണുന്ന എൻ്റെ ബിന്ദുച്ച മകളുണ്ട്, പിന്നെ ബിനീഷ്, ഷിയാസ്, ആ മക്കളാണ് ഞങ്ങളെ ഈ വേദിയിൽ ഇവിടെ എത്തിക്കാൻ പ്രാപ്തരാക്കിയത്. പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരോടും വളരെയധികം നന്ദി. രവീന്ദ്രൻ ചേട്ടൻ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? എന്തായിരുന്നു രവീന്ദ്രൻ ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ 91 BCom പാസ്സായതിനു ശേഷം ഒരു ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യായിരുന്നു. ഓക്കെ, ശരി. നല്ല വോയിസ് അല്ലേ? നേരത്തെ സ്റ്റേജിലും അങ്ങനെ പ്രോഗ്രാമിന് കയറിയിട്ടുണ്ടോ? കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്റ്റേജിൽ അല്പം പ്രവർത്തിക്കാത്തവരും അല്പം സ്വല്പം കവിത എഴുതാത്തതുമായ ജീവിതം ഉണ്ടാകാറില്ല. കുറച്ച് ചില പ്രേമങ്ങളും അല്ലേ പിന്നെ അതെല്ലാം ജീവിതത്തിന്റെ ഒരു ഭാഗമാവുകയാണ്. കവിതയൊക്കെ ചൊല്ലുവോ? കവിത ഇഷ്ടം, വളരെ ഇഷ്ടം. എല്ലാം ഉണ്ട്. രവീന്ദ്രൻ ചേട്ടാ, ഈ കോളേജിലൊക്കെ ചൊല്ലിയ ഒരു കവിതയുടെ 2 വരി, ഒരു 2 ലൈൻ ഒന്ന് പാടാമോ? റീസെന്റ് ആയിട്ടുള്ള ഇന്ന് വേദനിക്കുന്ന ഓർമ്മയായിട്ട് പറയുവാണെങ്കിൽ, ഞാനത് ലൈബ്രറി കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പുസ്തകം സഹോദരിക്ക് വേണ്ടി ഞാനൊരു കവിത തിരഞ്ഞെടുത്ത്, വയലാറിന്റെ ആത്മാവിൽ ഒരു ചിത എന്നൊരു കവിതയായിരുന്നു ഞാൻ അവളെ പഠിപ്പിച്ചേ. അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അങ്ങ് നിശബ്ദമായി. ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛൻ ഉറങ്ങാൻ കിടന്നതെന്തിങ്ങനെ. പച്ചപ്പിലാവിലെ തൊപ്പിയും വച്ചുകൊണ്ടച്ഛൻ്റെ ചാരത്തിരുന്നതോർത്തു ഞാൻ. നന്നായിരുന്നു. മക്കളൊക്കെ ഞാൻ വിവാഹിതനല്ല, അമ്മയും അച്ഛനും ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മരിച്ചു വരുന്ന 7 വർഷത്തിക്കുള്ളിലായി. സഹോദരങ്ങൾ ഉണ്ട്, അവർ ജീവിക്കുന്നു, അവർ മാരീഡാണ്, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ജീവിതമായി ഇപ്പോൾ കരുണാലയത്തിൽ സന്തോഷവാനായിട്ട് ജീവിക്കുന്നു. സുമതി ചേച്ചി പറഞ്ഞോ. സുമതി അമ്മ എവിടെയാണ്? വീട് എവിടെയാണ്? ഇങ്ങനെ എൻ്റെ വീട് പുനലൂരാണ്. കല്യാണം കഴിച്ചുകൊണ്ടത് മണിമല. അവിടുന്ന് ഞാനിവിടെ വന്നത്. ഞാനും എൻ്റെ ഭർത്താവും കൂടെ വന്നത്. ഭർത്താവ് മരിച്ചുപോയി 4-5 വർഷം. ഇവിടെ വെച്ചാണോ ഭർത്താവ് മരിക്കുന്ന? ആണോ? അന്നേരം ഞാനൊരു വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇവരെല്ലാരും കൂടെ കൂടി കൊണ്ടുവന്ന് ഇതിന് പ്രേരിപ്പിച്ചതാ. അങ്ങനെ ഇതിന്. ശരി. മക്കളൊക്കെ എത്ര പേരാണ് സുമതി? ആരുമില്ല, ഒരു കൊച്ചുണ്ടായിരുന്നു, അത് മരിച്ചുപോയി. ഓ, ശരി. അപ്പം അതിനുശേഷം ഇവിടെ വന്നു. കരുണാലയത്തിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 1 വർഷം 4-5 മാസമായി. ആണല്ലേ? ഇവിടെ എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? കരുണാലയത്തിൽ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. യാതൊരു കുഴപ്പമില്ല. ശരി അമ്മ, ഒരുപാട് സന്തോഷം അമ്മ. അമ്മയുടെ ഒരു എനർജിയും ആ പറഞ്ഞ പോലെ ആ മുഖത്തെ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഒരുപാട് സന്തോഷിക്കുന്ന അമ്മ കേട്ടോ. എപ്പോഴും ഇതേപോലെ ചിരിച്ചിരുന്നോണം. ഒരു കാര്യം ഓർത്ത് ഒരിക്കലും ദുഃഖിക്കണ്ട. മനസ്സിലായില്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിക്കും. നമ്മൾ ജനിച്ചു, നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോമ്മ. ഒരു കാര്യത്തിലേ ഉള്ളൂ ദുഃഖം, ഈ 2 പേരുടെ കാര്യത്തിലേ ഉള്ളൂ. വലം വിടാതെ റീൽസ് ചെയ്യാണ് രവീന്ദ്രൻ ചേട്ടനും ശശി ചേട്ടനും അല്ലേ? ഇല്ലില്ല. ശശിയേട്ടാ എന്താണ് പറ? ശശിന്റെ വീട് എവിടെയാണ്? മുണ്ടക്കയത്താണ്. ഭാര്യ? എല്ലാവരും കൊണ്ട് വീട്ടിലുണ്ട്. അവരെല്ലാം വീട്ടിലുണ്ട്. മക്കളൊക്കെ? മക്കളൊക്കെ പണിക്ക് പോവാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാരണം എന്താണ്? വയസ്സും പ്രായമായി ഇങ്ങോട്ട് പോന്നേക്കാന്ന് കണ്ടു. അവരെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. സുഖം. നമ്മളിവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ആർക്കും ഒരു ശല്യമില്ല. ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ പോകും. ഇടയ്ക്ക് വീട്ടിൽ പോകുന്ന സാറിനോട് പറയും, പൊക്കോളാൻ പറയും. പോയി പിള്ളേരെയൊക്കെ കണ്ടിട്ട് പോരും. അല്ലെ, വീട്ടിൽ നിൽക്കുമ്പോ ഈ റീൽസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണെന്നൊരു സംശയം അല്ലേ? അതെ. കാരണം ടീമിനെ കിട്ടണമെങ്കിൽ ഇവിടെ വരണോ, അല്ലെങ്കിൽ അവിടെ നിന്നാൽ ശരിയാവൂല, അങ്ങനെ അല്ലല്ലോ. ഇഷ്ടം കൊണ്ട് വന്നാണല്ലോ. മീര ഇപ്പൊ ഹരിയുടെ കൂട്ടത്തിൽ പോവാലോ, ഹരി അതിന് കൊതിക്കുകയും വേണ്ട.
അത് പ്രതീക്ഷിക്കുകയും വേണ്ട. നടക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം ഒരുപാട് സന്തോഷം. നിങ്ങൾ 3 പേരും മുമ്പ് പറഞ്ഞതുപോലെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഇതേപോലെ റീൽസും ഒക്കെ ചെയ്ത് തമാശകളൊക്കെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കാര്യങ്ങളൊക്കെ വായിച്ച് നല്ലതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പൊ പ്രചോദനം, നമുക്ക് ആ കരുണാലയത്തിലെ ആ 3 പേരെ കൂടി ഇങ്ങോട്ടൊന്ന് ക്ഷണിച്ചാലോ? ഇവരെ ഇതേപോലെ ആക്കിയ, ഇവർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത്, ഇവരുടെ മക്കളുടെ പ്രായമാണെങ്കിൽ ഇവര് ഗുരുസ്ഥാനത്ത് കാണുന്ന ആ 3 പേര് അല്ലേ? അപ്പൊ പറഞ്ഞു, അവരുടെ ആരൊക്കെയാണെന്ന് പറഞ്ഞോ? ഇന്ദുജ ആൻഡ് ഷിയാസ്. 3 പേർക്കും നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് ഈ വേദിയിലേക്ക് അവരെ വിളിക്കാം. ബിന്ദുജ എന്നെ പറഞ്ഞു തുടങ്ങിക്കോളൂ. ബിന്ദുജനെ നമുക്ക് പലർക്കും അറിയാമായിരിക്കും. ബിന്ദുജയും ഒരു നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്, ഒരുപാട് നല്ലൊരു സ്റ്റേജ് പെർഫോമറാണ്. പറയൂ ബിന്ദുജ, എന്താണ് ഇവരുടെ ഒരു... ഒരിക്കൽ കൂടി ഈ വേദിയിൽ വന്നത് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ വേദിയാണ്, കോമഡി ഉത്സവമാണ്. എനിക്കൊരു ഫ്ലോർ തന്ന, ഒരു പ്ലാറ്റ്ഫോം തന്നെ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. എൻ്റെ അച്ഛനമ്മമാർ ഈ ഫ്ലോറിൽ വരണം, അവർ പെർഫോം ചെയ്യണമെന്ന്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കരുണാലയം എന്ന് പറഞ്ഞ ഓൾഡ് ഏജ് ഹോമിലെ അച്ഛനമ്മമാരാണ്. വയനാട് ആ ദുരന്തം ആ സമയത്തൊക്കെ ആയപ്പോൾ നമ്മുടെ കരുണാലയത്തിൽ ഇൻകമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. അപ്പോൾ ആ സമയത്ത് 1 വർഷമായിട്ട് നമുക്ക് ചാനലുണ്ട്, പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം അത് ഇവർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഷിയാസാണ് സ്റ്റാർട്ട് ചെയ്തത്. സാറിൻ്റെ ഐഡിയയിൽ ഷിയാസ് സ്റ്റാർട്ട് ചെയ്തു. അച്ഛനൊക്കെ ചെറിയ കുഞ്ഞിൻ്റെ വേഷമൊക്കെ ചെയ്ത് കുഞ്ഞു റീലുകളൊക്കെ ചെയ്തു. പിന്നെ ഞാനും വിനീഷും ഞങ്ങൾ 10 വർഷമായിട്ട് കരുണാലയത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും റീലൊന്നും നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഇവരുടെ സന്തോഷം, ഇവരുടെ കൂടെ പാട്ട് പാടുക, അങ്ങനെ ഞങ്ങൾ വീഡിയോയ്ക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ നമുക്ക് ഇൻകം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ഹരികൃഷ്ണൻസ് കയറി അങ്ങ് ക്ലിക്കായി. അപ്പോൾ ഫസ്റ്റിലെ 1 മില്യൺ, 2 മില്യൺ, ഇപ്പോൾ 3 മില്യൺ, 5 മില്യൺ അങ്ങനെ പോയിക്കൊണ്ട് കുറ്റിക്കാട്ടി കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കും. അവസാനം ഞാൻ ഇരുന്നിരുന്ന് മടുത്തു. ഊട്ട് വരച്ച് ഇങ്ങനെ അടിക്കും, അങ്ങനെ അടിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അടിച്ചു. അന്നേരം ഇത് രണ്ടും കൂടെ ബിന്ദുജയും വിനീഷും കൂടെ ഒറ്റ വിളി, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇതിനെ വലിച്ചു പോക്കിക്കൊണ്ട് ഞാൻ കാട്ടിൽ നിന്ന് വലിച്ചു ഊരിക്കൊണ്ട് അവിടുന്ന് വലിച്ചു ഊരിക്കൊണ്ട് പോയി. അന്നത്തേക്കും ഇതിനെ വലിച്ചൂരിക്കൊണ്ട് ഞാൻ ഫുൾ ടൈം നമ്മുടെ കിണ്ണനും ഹരിയും മീരയായിട്ട് തന്നെയാണ് ഇവരിപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയാലും ഭയങ്കര ഫാൻസാണ്. നമ്മുടെ വീഡിയോ വൈറലായതിനു ശേഷം ഫസ്റ്റ് UK എന്ന ഒരു ചേച്ചി, നർമ്മിത എന്ന് പറഞ്ഞ ചേച്ചി, നമുക്ക് എല്ലാ മാസവും അവർക്ക് അന്നദാനം കൊടുക്കാൻ അങ്ങനെ ഒരുപാട് പേര്, മൂവാറ്റുപുഴയിലുള്ള അർച്ചന ഇവർക്ക് നിരന്തരം ഗിഫ്റ്റുകൾ അയക്കുകയാണ്. അമ്മയുടെ പിറന്നാൾ സമയത്തൊക്കെ കണ്ണാടി, അമ്മ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കരുണാലയം എന്താണെന്ന് പറയും, എന്താണ് അതിന്റെ ബേസ്? അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞ സാറാണ് നമ്മുടെ ചെയർമാന്. എത്ര വർഷമായിട്ടുള്ളൊരു സ്ഥാപനമാണ്? ഇപ്പം 7 വർഷമായി. ആറന്മുള കിടങ്ങന്നൂർ എന്ന് പറഞ്ഞ ഷിയാസ്. 350 അച്ഛനമ്മമാരുണ്ട്. ഇപ്പൊ സാറും അമ്മ റംലാമ്മയും കൂടിയാണ് നടത്തുന്നത്. അപ്പൊ സാറിന്റെ മകനാണ് ഷിയാസ്. അപ്പൊ അവന് ആംബുലൻസ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇനി എന്ത് കാര്യത്തിന് വിളിച്ചാലും ഇവർ റെഡിയാണ്. എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത റീലില് കുഞ്ഞുക്കുനം കാണാം അല്ലേ? പല്ല് അകത്തുനിന്ന് നിങ്ങളെയും വേണം. അത് അതിന്റെ ഇത് മേടിച്ച് തന്നാ ഞാൻ ചെയ്യും. അതെ, കോസ്റ്റ്യൂമും മേക്കപ്പും മാത്രം മതി, ആള് റെഡിയാ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം അവർക്ക് വേണ്ടത് നമ്മുടെ സഹായവും നമ്മുടെ സഹകരണവും ഒക്കെയാണ്. അപ്പം ആറന്മുളയിലുള്ള കരുണാലയത്തിൽ ഏകദേശം 350ഓളം അന്തേവാസികളാണ് കരുണാലയത്തിലുള്ളത്. അപ്പം ആ ഒരു സ്ഥാപനത്തിനെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം TV സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കരുണാലയത്തിലെ നമ്പറാണ്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് ആ സ്ഥാപനത്തിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരുപാട് പേരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട്. അപ്പോൾ അവരുടെ അറിവിലേക്കാണ് പറയുന്നത്. പ്ലീസ് നിങ്ങളുടെ സഹായങ്ങൾ ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കരുണാലയത്തിൽ എത്തിക്കുക. അപ്പം ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് 3 പേർക്ക് ഒരുപാട് നന്ദി. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇനിയും വരണം. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ആദ്യം പറഞ്ഞതുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. 3 ഇങ്ങോട്ട് വന്നേ. ഒരു ഫോൺ ഉണ്ടോ കയ്യിൽ? ഒരു ഫോട്ടോ എടുത്തോ.
ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു കൈഡി കൊടുക്കാം 3 പേർക്കും, അതോടൊപ്പം ഇവർക്കും 3 പേർക്കും അടിപൊളി സന്തോഷം. ഓക്കെ, ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.